എല്ലാ കൂട്ടുകാർക്കും കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഇസ്രായേലിൻ്റെ ഒരുപാട് പ്രത്യേകതകൾ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് അവയേതെന്ന് നോക്കാം. 1. ഇസ്രായേൽ ദൈവത്തിനുള്ളവൻ ആകുന്നു. ഗലാത്യറിൻ്റെ പുസ്തകം 6-ാം അധ്യായം 16-ാം വചനം. 2. സകല ജാതികളെക്കാൾ പെരുപ്പമുള്ള ജനമാണ് ഇസ്രായേൽ ജനം. ആവർത്തന പുസ്തകം 7-ാം അധ്യായം 7-ാം വചനം. 3. ഇസ്രായേലിനെ ദൈവം പ്രത്യേക സമ്പത്തായി തിരഞ്ഞെടുത്തിരിക്കുന്നു. പുറപ്പാടിൻ്റെ പുസ്തകം 19-ാം അധ്യായം 5-ാം വചനം. 4. ധാന്യവും വീനുമുള്ള ദേശത്ത് ഇസ്രായേൽ നിർഭയമായ യാക്കോബിൽ ഉറവ് തനിച്ചു വസിക്കുന്നു. ആവർത്തന പുസ്തകം 33-ാം അധ്യായം 28-ാം വചനം. 5. ഇസ്രായേലിനെ ദൈവം തൻ്റെ പുരോഹിത രാജ്യത്വവും വിശുദ്ധ ജനവും ആക്കി തീർക്കും. പുറപ്പാട് 19-ാം അധ്യായം 6-ാം വചനം. 6. യഹോവയായ ദൈവം ഇസ്രായേലിനെ സ്നേഹിക്കുന്നു. ആവർത്തന പുസ്തകം 7-ാം അധ്യായം 8-ാം വചനം. 7. ഭൂതലത്തിലെ സകല ജാതികളിലും വച്ച് ഇസ്രായേൽ ദൈവത്തിന് വിശുദ്ധ ജനം ആകുന്നു. ആവർത്തന പുസ്തകം 7-ാം അധ്യായം 6-ാം വചനം. 8. ലക്ഷണവിദ്യ ഇസ്രായേലിന് ഫലിക്കയില്ല. സംഖ്യാപുസ്തകം 23-ാം അധ്യായം 23-ാം വചനം. 9. ദൈവം ഇസ്രായേലിന് മഞ്ഞുപോലെ ഇരിക്കും. ഹോശേയ 14-ാം അധ്യായം 5-ാം വചനം. 10. ഇസ്രായേൽ താമര പോലെ പൂക്കും. 11. ഇസ്രായേൽ ലെബാനോൻ വനം പോലെ ഉള്ളവൻ. 12. ഇസ്രായേലിൻ്റെ കൊമ്പുകൾ പടരും. 13. ഇസ്രായേലിൻ്റെ ഭംഗി ഒലിവ് വൃക്ഷത്തിൻ്റെ ഭംഗി പോലെ ഇരിക്കും. ഹോശേയ 14-ാം അധ്യായം 6-ാം വചനം. 14. ഇസ്രായേലിൻ്റെ വാസന ലെബാനോൻ്റേതുപോലെ ആയിരിക്കും. ഹോശേയ 14-ാം അധ്യായം 6-ാം വചനം. ദൈവം ഇസ്രായേലിന് കൊടുത്തിരിക്കുന്ന ദേശത്തു നിന്ന് അവരെ ആരും പറിച്ചു കളയുകയില്ല. ആമോസ് 9-ാം അധ്യായം 15-ാം വചനം. പിതാക്കന്മാരോട് ദൈവം വാഗ്ദത്തം ചെയ്തതുപോലെ ഇസ്രായേൽ പണിയാത്ത വലുതും നല്ലതുമായ പട്ടണങ്ങളിൽ ദൈവം അവരെ പാർപ്പിക്കും. ആവർത്തന പുസ്തകം 6-ാം അധ്യായം 10-ാം വചനം. ഇസ്രായേൽ ദൈവത്തിൻ്റെ പുത്രൻ, ദൈവത്തിൻ്റെ ആദ്യജാതനാകുന്നു. പുറപ്പാടിൻ്റെ പുസ്തകം 4-ാം അധ്യായം 22-ാം വചനം. മോശയും കൂട്ടരും ഇസ്രായേലിൻ്റെ ദൈവത്തെ കണ്ടു. പുറപ്പാട് പുസ്തകം 24-ാം അധ്യായം 10-ാം വചനം. യഹോവ ഇസ്രായേലിന് നന്മ ചൊല്ലിയിരിക്കുന്നു. സംഖ്യാപുസ്തകം 10-ാം അധ്യായം 29-ാം വചനം. ഇസ്രായേൽ നിറയ്ക്കാത്ത സകല സമ്പത്തും നിറഞ്ഞിരിക്കുന്ന വീടുകളും അവർ കുഴിക്കാത്ത കിണറും അവർ നട്ടുണ്ടാക്കാത്ത മുന്തിരിത്തോട്ടങ്ങളും ഒലിവുതോട്ടങ്ങളും ദൈവം ഇസ്രായേലിന് കൊടുക്കും. ആവർത്തന പുസ്തകം 6-ാം അധ്യായം 11-ാം വചനം. ഇസ്രായേൽ ജാതികളുടെ ഇടയിൽ ന്യായം വിധിച്ച് ബഹുവംശങ്ങൾക്ക് വിധി കൽപ്പിക്കും. യെശയ്യാവ് 2-ാം അധ്യായം 4-ാം വചനം. ഇസ്രായേൽ ജാതി ജാതിക്ക് നേരെ വാളോങ്ങുകയില്ല. യെശയ്യാവ് 2-ാം അധ്യായം 4-ാം വചനം. ഇസ്രായേൽ തളർത്തു പൂക്കുകയും ഭൂതലത്തിൻ്റെ ഉപരിഭാഗം ഫലപൂർണമാക്കുകയും ചെയ്യും. യെശയ്യാവ് 27-ാം അധ്യായം 6-ാം വചനം. നല്ലതും വിശാലവുമായ ദേശത്തേക്ക്, പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് ഇസ്രായേൽ ജനത്തെ കൊണ്ടുപോകുവാൻ ദൈവം അവർക്കായി ഇറങ്ങി വരും. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 8-ാം വചനം. ഭൂതലത്തിലും സകല ജാതികളിലും വച്ച് ഇസ്രായേലിനെ ദൈവം സ്വന്തം ജനമായി തിരഞ്ഞെടുത്തിരിക്കുന്നു. ആവർത്തന പുസ്തകം 7-ാം അധ്യായം 6-ാം വചനം. പിതാവിൻ്റെ സമയമാകുമ്പോൾ ഇസ്രായേലിന് രാജ്യം യഥാസ്ഥാനമായി ലഭിക്കും. അപ്പോസ്തല പ്രവൃത്തി 6-7 വാക്യങ്ങൾ. ഇസ്രായേലിൽ നിന്നും ഒരു ചെങ്കോൽ ഉയരും. സംഖ്യാപുസ്തകം 24-ാം അധ്യായം 17-ാം വചനം. അന്നാളിൽ ഇസ്രായേൽ മക്കളെ ദൈവം ഓരോന്നായി പിറക്കിയെടുക്കും. യെശയ്യാവ് 27-ാം അധ്യായം 12-ാം വചനം. ഇസ്രായേലിനെ കുറിച്ചുള്ള ഇത്രയും പ്രത്യേകതകൾ നമുക്ക് വേദപുസ്തകം പരിശോധിക്കുമ്പോൾ കാണുവാൻ കഴിയും.